ഹലോ, ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്നും പതിവ് പോലെ ഒരു ഒഴിവ് ദിവസത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കാണിക്കാൻ പോകുന്നത്. പതിവ് പോലെ പറയുന്നു, വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് എന്തൊക്കെയാണെന്ന്. രാവിലെ എഴുന്നേറ്റപ്പോൾ വൈകിപ്പോയിട്ടുണ്ട് കേട്ടോ. ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇന്നധികം എന്താ പറയുക, വെയിലൊന്നും ഇല്ലാത്ത ഒരു മൂടി കെട്ടിയ ഒരു അന്തരീക്ഷമാണ്. 8 മണിയാവുന്നു. അപ്പോൾ നമുക്ക് പതിവ് പോലെ നമ്മുടെ കാര്യങ്ങളൊക്കെ തുടങ്ങാം. ഇന്നലെ ഡിഷ് വാഷറിൽ വെച്ച പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്തു വെച്ചിട്ട് നമുക്ക് ചായയും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാം. ഇന്ന് കുറച്ച് വൈകി പോയതുകൊണ്ട് തന്നെ എളുപ്പത്തിലുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഉപ്പുമാവാണ്. പക്ഷേ കുറച്ച് എന്താ പറയുക, എക്സ്ട്രാ ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ചേർത്ത് ഒന്ന് റിച്ച് ആക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെന്ന് മാത്രം. വേറെ പ്രത്യേകിച്ചൊന്നുമല്ല. കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കുറച്ച് കാഷ്യൂനട്ടും ചേർക്കുന്നുണ്ട്. സാധാരണ പോലെ തന്നെ നമ്മൾ കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കടുവെല്ലാം പൊട്ടിച്ചിട്ട് ചെറുതായിട്ട് അരിഞ്ഞ സവാള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം വഴറ്റി കഴിഞ്ഞിട്ട് ഞാൻ അതിനകത്തേക്ക് ഒരു ചെറിയ സ്പൂൺ ലേശം നെയ്യും കൂടെ ചേർക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കാഷ്യൂനട്ടും നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കും. അപ്പോൾ ഞാൻ സാധാരണ കാഷ്യൂനട്ടിന് പകരം കപ്പലണ്ടിയാണ് എടുക്കാറ്. ഇന്നിപ്പോൾ എൻ്റെ കയ്യിൽ കപ്പലണ്ടി ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ നെയ്യും തീർന്നു പോയി. ഞാനിവിടെ നെയ്യ് വീട്ടിലുണ്ടാക്കാറുണ്ട്, ബട്ടർ ഒരുക്കിയിട്ട്. അപ്പോൾ ഞാനത് കുറച്ചൊന്ന് നെയ്യ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ബട്ടർ, നല്ല ബട്ടറിൽ നിന്ന് എങ്ങനെ നെയ്യ് ഒരുക്കിയെടുക്കാമെന്ന് അറിയാത്തവർ വീഡിയോ ഫുള്ള് കണ്ടോളൂ കേട്ടോ. അതും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വളരെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ക്യാരറ്റിന് അങ്ങനെ ഒരുപാട് വേവൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ പച്ചമുളകും കൂടെ മാറിക്കഴിയുമ്പോൾ നമ്മൾ റവ ചേർത്ത് പതുക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ വാങ്ങാൻ കിട്ടുന്ന റവ ഓൾറെഡി വറുത്ത റവയാണ്. പക്ഷേ എന്നാലും ഞാൻ പാനിലിട്ടൊന്ന് വറുക്കാറുണ്ട് വീണ്ടും. അപ്പോഴാണ് എനിക്ക് ഉപ്പുമാവിന് കുറച്ചും കൂടെ ടേസ്റ്റായിട്ട് തോന്നാറുള്ളത് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ഉപ്പുമാവ് റെഡിയായി. ഇനി നമുക്ക് ചായയും കൂടെ വെച്ചിട്ട് ചായ റെഡിയാകുമ്പോൾ ഉപ്പുമാവും പഴവും പഞ്ചസാരയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാം. ആരോണ്ട് വലിയ ഇഷ്ടമൊന്നും ഇല്ലാത്തൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഉപ്പുമാവ് എന്ന് പറഞ്ഞാൽ. പിന്നെ അവന് ഇഷ്ടമല്ലെങ്കിൽ അവന് അങ്ങനെ കഴിച്ചോളും. അവനങ്ങനെ ഒന്നും വേണ്ടെന്നൊന്നും പറയില്ല. അപ്പോൾ നമ്മൾ അതെല്ലാം കഴിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ എന്താ പറയുക, ഉണ്ടാക്കുന്നത് കാടമുട്ട റോസ്റ്റാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ കാടമുട്ട വാങ്ങാനായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ കാടമുട്ട പുഴുങ്ങാൻ വയ്ക്കുകയാണ്. ഇന്നത്തെ കറികളിലൊന്നാണ് കാടമുട്ട റോസ്റ്റ്. അപ്പോൾ ഉപ്പുമാവെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ 2 വീട്ടിലേക്കും വീഡിയോ കോളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ 10 മണി ആയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അടുക്കളയിൽ അടുത്ത പണികളിലേക്ക് കടന്നത്. അരി കഴുകി അടുപ്പത്തിടാമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ കാടമുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഏത്തപ്പഴം പുളിശ്ശേരിയാണ്, പഴം പുളിശ്ശേരി. അപ്പോൾ ഏത്തപ്പഴം തൊണ്ട് കളഞ്ഞ് നമ്മൾ അരിഞ്ഞെടുക്കുകയാണ്. ഞാൻ ഏത്തപ്പഴം പുളിശ്ശേരി ഉണ്ടാക്കുമ്പോൾ വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ടും പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ട്, ഇതുപോലെ ചെറുതാക്കിയിട്ടും ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടത് ഇതുപോലെ ചെറുതായി അരിഞ്ഞിട്ട് പുളിശ്ശേരി ഉണ്ടാക്കുമ്പോഴാണ്. എനിക്കൊന്ന് ചിലർക്കൊക്കെ ഈ മധുരക്കറികളോട് അധികം താല്പര്യമില്ലാത്തവരൊക്കെ കാണും. കറി കൂട്ടുമ്പോൾ ഇങ്ങനെ മധുരത്തിൻ്റെ കഷ്ണം അങ്ങനെ വലിയൊരു കഷ്ണം കടിക്കുമ്പോൾ അത്ര ഒരു സുഖമില്ലാത്ത പോലെ തോന്നും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതുപോലെ ചെറുതായിട്ട്, ഇപ്പം ഞാൻ അരിയുന്നില്ലേ, അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഏത്തപ്പഴം പുളിശ്ശേരി ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. എനിക്ക് എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നാറുള്ളത്. എന്താ പറയുക, അതിൽ ഇപ്പം കഷ്ണങ്ങളുടെ വലിപ്പത്തിലും ചെറുപ്പത്തിലൊന്നും കാര്യമൊന്നുമില്ല. എന്നിരുന്നാൽ തന്നെയും ഇങ്ങനെയൊന്നും ഉണ്ടാക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയാണ് കേട്ടോ ചേർക്കുന്നത്. കറിവേപ്പില എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നോട് എങ്ങനെയാണ് സൂക്ഷിക്കുന്നതെന്ന്. ഞാനിതുപോലെ സിപ്ലോക്കിലാക്കി ഫ്രീസ് ചെയ്യാണ് കേട്ടോ ചെയ്യുക. കൂടുതൽ വരുന്ന കറിവേപ്പില, ഞാനിവിടെ തന്നെ ഒരു കറിവേപ്പിലയുടെ ചെടി വളർത്തുന്നുണ്ട്. എൻ്റെ കറിവേപ്പിലയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കണ്ടവർക്കറിയാം. അപ്പോൾ അതിനകത്തേക്ക് പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കുകയാണ്. പഴത്തിനൊന്നും ഒരുപാട് വേവില്ലല്ലോ, നിങ്ങൾക്കറിയാമല്ലോ, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. പ്രത്യേകിച്ച് നമ്മൾ ഇങ്ങനെ ചെറുതായിട്ടല്ല അരിഞ്ഞിട്ടേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ തോരൻ എന്ന് പറയുന്നത് ബീട്രൂട്ട് തോരനാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ റെസിപ്പി മുന്നേ ഒരു പൊതിച്ചോറിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടവർക്കറിയാം, അതിനകത്ത് വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരൊന്ന് പോയി കണ്ടു നോക്കിക്കോളൂ. ഇതിനകത്ത് ഞാൻ ഒരുപാട് വിശദമായിട്ട് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഞാൻ പൊതിച്ചോറിൻ്റെ വീഡിയോയുടെയും അതുപോലെ തന്നെ കറിവേപ്പിൻ്റെ വീഡിയോയുടെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് പോയി കാണാത്തവരൊന്ന് കണ്ടു നോക്കിക്കോളൂ. ബീട്രൂട്ട് തോരൻ ഏറ്റവും ടേസ്റ്റായിട്ട് തോന്നാറുള്ളത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ്. അതുപോലെ തന്നെ എന്താ പറയുക, നല്ലോണം എരിവിട്ടുണ്ടാക്കണം, അല്ലെങ്കിൽ ഒരു മധുരച്ചവ ഉണ്ടാവില്ലേ ബീട്രൂട്ടിന്, അതെനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പോൾ ഞാൻ നന്നായിട്ട് എരിവിടുന്നുണ്ട്. പിന്നെ എന്താ പറയുക, അപ്പോഴേക്കും നമ്മുടെ പഴം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിനകത്തൊരു കാര്യം കാണിക്കാൻ മറന്നുപോയതേ, വെന്ത് വന്നപ്പോൾ അതിനകത്തേക്ക് ഞാനൊരു ചെറിയ കഷ്ണം ശർക്കര ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ നമ്മൾ അതിനകത്തേക്കുള്ള അരപ്പ് അരച്ചെടുക്കുകയാണ്. വേറൊന്നുമല്ല, തേങ്ങയും ജീരകവും മാത്രം നന്നായിട്ട് അരച്ചെടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ വെന്ത് കഴിയുമ്പോൾ അതിനകത്തേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര ചേർക്കാൻ മറക്കരുത്. അതാണ് ഈ കറിയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചേർക്കാവുന്ന വേറൊരു കാര്യമാണ് ഒരു സ്വല്പം നെയ്യ്. അതും നല്ല ടേസ്റ്റ് തരും കേട്ടോ. ഇത് രണ്ടും നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ അടുത്ത തവണ. കാടമുട്ട പുഴുങ്ങിയിട്ട് അതിൻ്റെ തോടെല്ലാം കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ അരപ്പ് ഒഴിച്ചു കൊടുത്തത് നന്നായിട്ട് തിളയൊക്കെ വന്നു. നമ്മൾ തൈര് കലക്കിയെടുക്കുകയാണ്. അപ്പോൾ തീ ഏറ്റവും കുറച്ച് വെച്ചിട്ട് തൈര് ഇങ്ങനെ ചേർത്ത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് പിരിഞ്ഞു പോകുന്ന പോലെ തോന്നും തിളച്ച് കഴിഞ്ഞാൽ. നന്നായിട്ട് ചൂട് വന്ന് ആവിയെല്ലാം വന്നു കഴിയുമ്പോൾ നമുക്കത് അടുപ്പിൽ നിന്ന് മാറ്റാം. എന്നിട്ട് നമ്മൾ സാധാരണ പോലെ വറവിടുകയാണ്. വറവിടുമ്പോൾ എപ്പോഴും ഒരു കറിയിൽ കുറച്ച് ഉലുവയും കൂടെ ചേർക്കണം. അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും കറിവേപ്പിലയൊക്കെ അതൊക്കെ എല്ലാവർക്കും അറിയുന്നല്ലേ, അതുകൊണ്ടാണ് കേട്ടോ വിശദമായിട്ടൊന്നും പറയാത്തത്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് പിന്നെ ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്തു. അപ്പോൾ എന്താണോ ഒരു നല്ല കളറൊക്കെ കിട്ടുന്ന പോലെ തോന്നും നമ്മളങ്ങനെ കടുക് വറുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മുളക് പൊടിയൊക്കെ ചേർക്കുമ്പോൾ. അതുകൊണ്ടാണ് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മൂടി വെച്ച് കഴിഞ്ഞാൽ പഴം പുളിശ്ശേരി റെഡി ആയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. അതുപോലെ നമ്മുടെ ബീട്രൂട്ട് തോരനും നന്നായിട്ട് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചൊരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞെടുക്കുന്നത് നമ്മുടെ കാടമുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയൊക്കെയാണ് കേട്ടോ. നിങ്ങൾ കാടമുട്ട റോസ്റ്റ് ഉണ്ടാക്കാറുണ്ടോ? സാധാരണ മുട്ട റോസ്റ്റിനേക്കാളും കുറച്ചും കൂടെ ടേസ്റ്റ് ആയിട്ട് തോന്നാറുണ്ട്. എനിക്കൊന്ന് ചെറിയ മുട്ടകളായതുകൊണ്ടാണോ എന്തോ കുറച്ചും കൂടെ ടേസ്റ്റിയാണ് കാടമുട്ട റോസ്റ്റ്. ഉണ്ടാക്കാത്തവർ കാടമുട്ടയൊക്കെ വാങ്ങാനായിട്ട് കിട്ടുമെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ബീട്രൂട്ടൊക്കെ വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കതിന് തുറന്ന് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉലർത്തിയെടുക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി സവാള പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം നന്നായിട്ട് വഴറ്റി കഴിയുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ കുറച്ച് ഗരം മസാല അതുപോലെ തന്നെ നമ്മളിടുന്നത് കുരുമുളക് പൊടി ഇടുന്നുണ്ട്. പിന്നെ ഒരു എക്സ്ട്രാ സാധനം ചേർക്കുന്നത് ഇതാണ് കേട്ടോ, പെരുംജീരകത്തിൻ്റെ പൊടി. അതും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് വഴറ്റി കഴിഞ്ഞിട്ട് നമ്മൾ തക്കാളി ചേർക്കും. ഇപ്പോൾ ചേർക്കുന്ന കുരുമുളക് പൊടിയാണ്. പൊടികളെല്ലാം നന്നായിട്ട് വഴറ്റി പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് നന്നായിട്ട് വഴറ്റി തക്കാളിയും കൂടെ വഴണ്ടി കഴിയുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ഗ്രേവി പോലെ ആക്കിയെടുക്കും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മുട്ട ചേർക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ എഗ് റോസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ ഉണ്ടാക്കണം, അപ്പോഴാണ് നല്ല കളറിൽ കിട്ടുക. ഞാൻ അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ അതിനകത്ത് ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കുന്നത് സെയിം ടൈമിലായതുകൊണ്ടാണ് കേട്ടോ ഞാൻ അത് എടുക്കാതിരുന്നത്. എനിക്കെപ്പോൾ ഒക്കെ എഗ് റോസ്റ്റ് ഉണ്ടാക്കിയാലും നല്ല കളറിൽ നല്ല കാണാൻ തന്നെ ഒരു ഭംഗിയായിട്ട് കിട്ടുക എപ്പോഴും ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ ഉണ്ടാക്കുമ്പോഴാണ്. ഇതിപ്പോൾ കണ്ടോ, നോൺ സ്റ്റിക്കിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു മഞ്ഞ കലർന്ന കളറല്ലേ വരിക. അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന കാശ്മീരി മുളക് പൊടി തീർന്നു പോയി. അപ്പോൾ ഞാൻ സാധാരണ ഞങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരിക ചെയ്യുന്നതേ. അപ്പോൾ ഇനിയിപ്പോൾ എന്നാ നാട്ടിൽ പോകാൻ അറിയില്ല, കടയിൽ നിന്ന് വാങ്ങിയിട്ട് വേണം. അതുകൊണ്ടാണ് കളറിനൊരു മാറ്റം വന്നത്. അപ്പോൾ നമ്മുടെ കറികളെല്ലാം റെഡിയായി. നമ്മൾ ഉച്ചയ്ക്ക് ചോറുണ്ണാണ്. നമ്മുടെ പഴംപുളിശ്ശേരിയും ബീട്രൂട്ട് തോരനും കാടമുട്ട റോസ്റ്റും പിന്നെ ഒരു മാങ്ങാച്ചാറൊക്കെ കൂട്ടിയിട്ട് അതൊരു പിടിപിടിക്കാം. അപ്പോൾ കറികളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. നല്ലൊരു കോമ്പിനേഷനാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നമ്മൾ ചോറെല്ലാം ഉണ്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നൊരു ഏഷ്യൻ സ്റ്റോറിൽ പോകുന്നുണ്ട്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇവിടെയുള്ളൊരു ഏഷ്യൻ സ്റ്റോറൊക്കെ എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പോൾ അതാണ് അടുത്ത പ്ലാൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ രണ്ടുപേരും ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമ്പോൾ എപ്പോഴും ഞങ്ങൾ ഉൾപ്പെടുത്താൻ നോക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനപ്പെടുന്ന ഞങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങളാണ്. അല്ലാതെ നമ്മൾ ദിവസത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും അല്ലേ, എല്ലാം ഒന്നും നമ്മൾക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ വീഡിയോ ഒരുപാട് ലോങ് ആവും. ഞങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രയോജനം ചെയ്യുന്ന ഞങ്ങൾക്ക് ഉറപ്പുള്ള കാര്യങ്ങളാണ് ഞങ്ങളുടെ ഡേ ഇൻ മൈ ലൈഫിൽ കൂടുതൽ ഉൾപ്പെടുത്താനായിട്ട് നോക്കാറുള്ളത്. അപ്പോൾ ഇത് കണ്ടോ, കുറച്ച് മഴയൊക്കെ പെയ്തിട്ടുണ്ട്. ആകെപ്പാടെ ഒരു മൂടിക്കെട്ടിയ കാലാവസ്ഥയാണ്. അപ്പോൾ അതേ നമ്മൾ കടയിൽ ചെന്നു കേട്ടോ. എന്തത് പഴത്തിൻ്റെ സെക്ഷനാണ്. ഏത്തപ്പഴം വാങ്ങാൻ കിട്ടും കേട്ടോ ഇവിടെ. ഏത്തക്കായും കിട്ടും പഴവും കിട്ടും. ഇത് ഇന്ന് ചെന്നപ്പോൾ ഇങ്ങനെ മാങ്ങ വെച്ചിരിക്കുന്നത് കണ്ടു. അത് ഒരുപാട് മൂത്തിട്ടുമില്ല, എന്നാൽ കണ്ണിമാങ്ങയുടെ പാകവും കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ അത് ഇച്ചിരി വാടിയതാണ്, അതുകൊണ്ട് ഞാനത് വാങ്ങിയില്ല കേട്ടോ. ഇവിടെ ഇങ്ങനെ ഏഷ്യൻ സ്റ്റോറിൽ ഇതേ ചക്കയൊക്കെ കണ്ടോ, $12 അത്രയേ ഉള്ളൊരു ചക്കയുടെ കഷ്ണത്തിന്. എല്ലാ സാധനങ്ങളും തന്നെ വാങ്ങാൻ കിട്ടും കേട്ടോ. വളരെ കുറച്ച് സാധനങ്ങളാണ് അങ്ങനെ വാങ്ങാൻ കിട്ടാത്തതായിട്ടുള്ളത്. ഞാൻ കുറച്ച് വാഴയില എടുക്കുന്നുണ്ട്. മീൻ പൊള്ളിക്കുകയാണെന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നേ. അതുപോലെ തന്നെ ഒരു അലോവേറയുടെ ഇതെടുക്കുന്നുണ്ട്.
കാരണം മാസ്ക് ഒക്കെ വെച്ചിട്ടേ നന്നായിട്ട് മുഖക്കുരു വരുന്നുണ്ട്. അപ്പോൾ അലോവേറ ഒന്ന് ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചു. മധുരപ്പുളി അത് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുളി കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇവിടെ പോകുമ്പോൾ മധുരപ്പുളി വാങ്ങാറുണ്ട്. അതുപോലെ ഇത് സീ ഫുഡ് സെക്ഷനാണ്, ജീവനുള്ള ഞണ്ടുകളാണ് കേട്ടോ. അതുപോലെ തന്നെ എന്താ പറയുക, സ്ക്വിഡും മീനുകൾ പലതരത്തിൽ എല്ലാം, പിന്നെ ഇത് കൊഞ്ച്, അങ്ങനെ എല്ലാ സാധനങ്ങളും കിട്ടുന്നൊരു കടയാണ്. അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ ഇവിടെ ജീവനുള്ള മീനുകളും അവിടെ അവർ മീനിൻ്റെ ഇത് വെച്ചിരിക്കുന്നതിൻ്റെ താഴെ തന്നെ കുറച്ച് വെള്ളത്തിൽ നമുക്ക് ഫ്രഷ് ആയിട്ട് മീൻ പിടിക്കാം. നമ്മളല്ല, അവർ പിടിച്ചു തരികയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ അത് മെയിനായിട്ട് തിലാപ്പിയ ഒക്കെയാണ് അങ്ങനെ കണ്ടിട്ടുള്ളത്. അപ്പം ഞങ്ങൾ കുറച്ച് മീനുകളൊക്കെ വാങ്ങിയിട്ടുണ്ട്. നമുക്ക് കറി വെക്കാനും വറുക്കാനും ഒക്കെ പാകത്തിന് കുറച്ച് മീനുകളൊക്കെ വാങ്ങി. ഇപ്പോൾ കടയിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഞാനിവിടെ ബട്ടർ ഉരുക്കിയിട്ട് നെയ്യാക്കുന്നുണ്ട്. എല്ലാവർക്കും അറിയുന്നതായിരിക്കും, അറിയാത്തവരുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് കാണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് കെറി ഗോൾഡിൻ്റെ പ്യുവർ ഐറിഷ് ബട്ടറാണ്. ആ ബട്ടറിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ഗ്രാസ് ഫീഡ് ചെയ്തിട്ടുള്ള കവിയിൽ നിന്ന് വരുന്നതാണ്. അതായത് പുല്ല് മാത്രം തിന്നുന്ന പശുവിൻ്റെ പാലിൽ നിന്നുണ്ടാക്കുന്ന ബട്ടറാണ്. അതുകൊണ്ട് തന്നെ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. വാങ്ങി ഉപയോഗിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും. അപ്പോൾ തീ ഏറ്റവും കുറച്ച് വെച്ചിട്ട് നമ്മൾ ബട്ടറിനെ ഉരുകാനായിട്ട് അനുവദിക്കുകയാണ് ചെയ്യുന്നത്. അതിങ്ങനെ തീ ഏറ്റവും കുറഞ്ഞ് തന്നെ കിടക്കണം, കൂട്ടി വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പോൾ കണ്ടോ, ഇപ്പോഴും അതിൻ്റെ വെള്ളമെല്ലാം പറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നല്ലൊരു നെയ്യായിട്ട് കിട്ടാനായിട്ട് ഒരു 10-15 മിനിറ്റൊക്കെയാണ് വേണ്ടി വരുള്ളൂ. ഇപ്പോൾ ഇത് ഒരു ബബിൾസ് പോലെയൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ ഏകദേശം പാകമാവാറായിട്ടുണ്ട് കേട്ടോ. അടിയിൽ ഇങ്ങനെ കുറച്ച് മിൽക്ക് സോളിഡ്സ് ഒക്കെ കുറച്ചിങ്ങനെ കരിഞ്ഞു വരുന്ന ഒരു പാകമുണ്ട്. അതാണ് ഇപ്പോൾ ഏകദേശം ആയി തുടങ്ങി. ഇത് കണ്ടോ, ഇതുപോലെ നല്ല പതഞ്ഞു വരും. ആ സമയത്താണ് നമ്മൾ തീ ഓഫ് ചെയ്യേണ്ടത്. കണ്ടോ, അടിയിലിങ്ങനെ മിൽക്ക് സോളിഡ്സ് എല്ലാം ഇങ്ങനെ നമുക്ക് കരിഞ്ഞ രീതിയിൽ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് അതിൻ്റെ പാകം. അപ്പോൾ പാകം തെറ്റിയിട്ടുണ്ടെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ല, കുറച്ചും കൂടെ നെയ്യുടെ കളറ് കുറച്ചും കൂടെ യെല്ലോയിന്ന് കുറച്ചും കൂടെ ഒരു ഡാർക്കായിട്ട് പോകുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ ഇതുപോലെ വീട്ടിൽ നെയ്യ് ഉണ്ടാക്കിയിട്ട് ഉപയോഗിച്ച് നോക്കൂ. പ്രത്യേകിച്ചും കെറി ഗോൾഡിൻ്റെ ബട്ടർ വെച്ചിട്ട് ഒന്ന് ഉണ്ടാക്കിയിട്ട് ഉപയോഗിച്ച് നോക്കൂ. നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ അമ്മമാരൊക്കെ പശുപാലിൽ നിന്ന് നെയ്യ് ഉണ്ടാക്കിയില്ലേ, അതുപോലെ ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ വൈകുന്നേരത്തെ സ്നാക്ക് എന്ന് പറയുന്നത് പഴംപൊരിയാണ്. അപ്പോൾ പഴംപൊരി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ പണ്ടേ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സ്നേഹമാണ് കേട്ടോ അപ്ലോഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഉപയോഗിക്കുന്ന സെയിം റെസിപ്പി തന്നെയാണ്. നിങ്ങൾക്ക് ആ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അത് നോക്കിയിട്ട് എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും ഞങ്ങൾ ഉണ്ടാക്കുന്ന രീതി അറിയണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടാൽ മതി. അപ്പോൾ വൈകുന്നേരം പഴംപൊരി എല്ലാം കഴിച്ചിട്ടാണ് നമ്മൾ ചായ കുടിച്ചത്. ഇന്നത്തെ ദിവസം അവസാനിച്ചത് ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്നുള്ള മലയാളം മൂവി കണ്ടിട്ടാണ് കേട്ടോ. കരിയിലും പുകയിലും അടുക്കളയിലുമൊക്കെയായി മാത്രം ഒതുങ്ങിപ്പോയ, സ്വന്തം സ്വപ്നങ്ങളെയും ഇഷ്ടങ്ങളെയും ഒക്കെ മാറ്റിവെച്ച നമ്മുടെ പഴയ തലമുറകളിലെ ഒരുപാട് അമ്മമാരെയും അമ്മൂമ്മമാരെയൊക്കെ ഓർമ്മ വന്നു. വി.ടി. ഭട്ടതിരിപ്പാടിൻ്റെ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന പ്രയോഗത്തിന് പ്രസക്തി ഉണ്ടെന്ന് കാണിച്ചു തന്ന ഒരു പടം. നമ്മുടെ തലമുറയ്ക്ക് ഇതൊക്കെ കേട്ടറിവ് മാത്രമായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ. കാരണം നമ്മുടെയൊക്കെ തലമുറകളിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു അല്ലേ. നമ്മുടെ പെൺകുട്ടികൾക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന ജീവിതവും സ്വപ്നങ്ങളും നേടാൻ പ്രാപ്തരാക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ ആൺകുട്ടികളെയും കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തും അവരെയും എല്ലാം ചെയ്യാൻ പരിശീലിപ്പിച്ച് നമുക്ക് വളർത്തിയെടുക്കാം. അടുക്കളയിലും അല്ലെങ്കിൽ വീട്ടുജോലികൾ ചെയ്യുന്ന കാര്യത്തിൽ ആണ് പെണ്ണെന്നുള്ള വേർതിരിവൊന്നും ഇല്ലെന്ന് അവർക്ക് ചെറുപ്പം മുതലേ മനസ്സിലാക്കി കൊടുക്കാം. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത തവണ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.